അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സൈനിക ധാരണകളിലേക്ക് അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യക്കെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന തുർക്കി കൂടി പങ്കാളിയായതാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ അരപ്പതിറ്റാണ്ടോളമായി തുടർച്ചയായി കുതിച്ചുയർന്ന ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത് പ്രകടമായ തിരുത്തലുകളാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിക്ഷേപകരുടെയും കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് കാരണം അമിതമായി ഉയർന്ന വീട്ടുവാടകയും വസ്തുവിലയും പ്രവാസി സമൂഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അടുത്തിടെയായി സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ രണ്ടാം പാദത്തിലെ വിപണി കണക്കുകൾ പുറത്തു വരുമ്പോൾ താമസക്കാരെയും പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. അമിതമായ വിലക്കയറ്റത്തിന്റെ ഘട്ടം പിന്നിട്ട് വിപണി കൂടുതൽ സുസ്ഥിരവും ഉപഭോക്തൃ സൗഹൃദവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാന താമസ കേന്ദ്രങ്ങളിലെല്ലാം വാടക നിരക്കിലും വിൽപ്പന നിലയിലും ദൃശ്യമായ ഈ കുറവ് നഗരത്തിലെ പ്രവാസികളുടെ ജീവിത ചെലവ് ലഘൂകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന കാര്യം ഉറപ്പാണ്. കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ലോകത്തെ പല പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളും മന്ദഗതിയിലായപ്പോഴും ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരുന്നത്. ബിസിനസ് സൗഹൃദ നയങ്ങളും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളും പുതിയ വിസ ഇളവുകളും വിദേശ നിക്ഷേപകരെ വലിയ തോതിൽ ആകർഷിച്ചു. എന്നാൽ ഈ കുതിപ്പ് സ്വാഭാവികമായ ഒരു തിരുത്തലിലേക്ക് എത്തുമെന്ന വിദഗ്ധ പ്രവചനങ്ങളെ ശരിവെക്കുന്നതാണ് പുതിയ സാമ്പത്തിക നിരീക്ഷണങ്ങൾ. പ്രമുഖ ആഗോള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ കുഷ്മാൻ ആൻഡ് വേക്ക്ഫീൽഡ് കോറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ 3 മാസങ്ങളെ അപേക്ഷിച്ച് രണ്ടാം പാദത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ദുബായിലെ താമസ മേഖലയിൽ സ്ഥലം വിൽപ്പനയിൽ 4% കുറവും ശരാശരി വാടക നിരക്കിൽ 6% ഇടിവും രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷമായി നിരന്തരം മുകളിലേക്ക് മാത്രം സഞ്ചരിച്ചിരുന്ന വിപണിയിലുണ്ടായ ഈ മാറ്റം താമസക്കാർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമൊരുക്കുകയാണ്. ദുബായിലെ അതിപ്രധാന മേഖലകളിലും ആഡംബര താമസ സങ്കേതങ്ങളിലുമാണ് വിലക്കുറവ് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത്. അപ്പാർട്ട്മെന്റുകളുടെ വിഭാഗത്തിൽ പാം ജുമൈറയിലാണ് ഏറ്റവും ഉയർന്ന വിലക്കുറവ് അനുഭവപ്പെട്ടത്. ഇവിടെ 9% വില താഴ്ന്നു. പ്രമുഖ വാണിജ്യ താമസ കേന്ദ്രങ്ങളായ ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ് ബേ എന്നിവിടങ്ങളിൽ വില 7% വീതം കുറഞ്ഞു. താരതമ്യേന പുതിയതും വലിയ ജനപ്രീതിയുള്ളതുമായ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ 4%, ഇടത്തരം കുടുംബങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ജുമേറ വില്ലേജ് സർക്കിളിൽ 3% ഇടിവുണ്ടായി. വില്ലകളുടെ വിൽപ്പന വിപണിയിലും ഇതേ പ്രവണത തന്നെയാണ് കാണാനാകുന്നത്. സ്പ്രിങ്സ്, മെഡോസ് തുടങ്ങിയ പ്രമുഖ വില്ലാസ് സങ്കേതങ്ങളിൽ 9%, ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ 5% വിലക്കുറവ് അനുഭവപ്പെട്ടു. അതേസമയം സാധാരണക്കാരായ താമസക്കാരെ നേരിട്ട് ബാധിക്കുന്ന വാടക നിരക്കുകളിലാണ് അതിശക്തമായ അയവ് വന്നിരിക്കുന്നത്. ഡൗൺ ടൗൺ ദുബായിൽ അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ 14% ഭീമമായ കുറവുണ്ടായി. ദുബായ് മരീനയിലും ദുബായ് ഹിൽസ് എസ്റ്റേറ്റിലും 10%, പാം ജുമേറയിൽ 9% വാടക കുറഞ്ഞു. വില്ലാ വിഭാഗത്തിൽ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൽ മാത്രം 12% വാടക ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ വാടക കരാറുകൾ പുതുക്കുമ്പോൾ കെട്ടിട ഉടമകൾ ആവശ്യപ്പെട്ടിരുന്ന അമിത തുക നൽകാൻ സാധിക്കാതെ വിഷമിച്ച താമസക്കാർക്ക് ഈ മാറ്റം വലിയൊരു അവസരമാണ് നൽകുന്നത്. വിപണിയിലെ ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായും 2 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് വിപണിയിലേക്ക് പുതുതായി എത്തുന്ന വീടുകളുടെ വർദ്ധിച്ച എണ്ണമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മാത്രം 13,200-ലധികം പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായി വിപണിയിലേക്ക് എത്തിയത്. വിപണിയിൽ ആവശ്യത്തിന് വീടുകൾ ലഭ്യമായതോടെ കെട്ടിട ഉടമകൾക്ക് അമിത വാടക ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ പ്രധാന ഘടകം ഉപഭോക്താക്കളുടെ നിലപാടുകളിലെ മാറ്റമാണ്. ചെലവുകൾ കുതിച്ചുയരുന്നതോടെ ഉയർന്ന വാടകയുള്ള നഗരമധ്യത്തിൽ നിന്നും കുറഞ്ഞ നിരക്കുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങി. ഇതോടെ തങ്ങളുടെ കെട്ടിടങ്ങൾ ഒഴിച്ചിടുന്നത് ഒഴിവാക്കാനായി ഉടമകൾ വാടക കുറയ്ക്കാനും തവണകളുടെ എണ്ണം കൂട്ടുന്നതടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും നിർബന്ധിതരായി. നിർമ്മാണ മേഖലയിലെ കരാറുകളുടെ കുറവും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയിലെ തടസ്സങ്ങളും ചില പദ്ധതികളുടെ വേഗതയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതികൾ നിശ്ചിത സമയത്ത് തന്നെ കൈമാറാൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് വരും മാസങ്ങളിലും പുതിയ വീടുകൾ ധാരാളമായി വിപണിയിലെത്താൻ വഴിയൊരുക്കും. ദുബായിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെ സംബന്ധിച്ച് മാസം തോറുമുള്ള ജീവിത ചെലവിന്റെ ഏറ്റവും വലിയൊരു പങ്കും വീട്ടുവാടകയ്ക്കാണ് ചിലവാകുന്നത്. സമീപകാലത്തുണ്ടായ വാടക വർധനവ് കാരണം കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കേണ്ടി വന്നവരും ചെറിയ വീടുകളിലേക്ക് മാറുകയോ ഷെയറിംഗ് രീതികൾ സ്വീകരിക്കുകയോ ചെയ്തവരും നിരവധിയാണ്. എന്നാൽ വാടകയിൽ 10 മുതൽ 14% വരെ കുറവുണ്ടാകുന്നത് ഇവരുടെ പ്രതിമാസ സമ്പാദ്യത്തെ നേരിട്ട് പിന്തുണയ്ക്കും. ഷാർജ, അജ്മാൻ തുടങ്ങിയ അയൽ എമിറേറ്റുകളിൽ താമസിച്ച് ദിവസേന മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ദുബായിലേക്ക് ജോലിക്കെത്തുന്ന മലയാളി ജീവനക്കാർക്ക് ഇനി കുറഞ്ഞ ചെലവിൽ ദുബായിൽ തന്നെ താമസം കണ്ടെത്താനുള്ള അവസരവും ഇത് തുറന്നു നൽകുന്നുണ്ട്. മാത്രമല്ല, വസ്തുവിലയിലുണ്ടായ തിരുത്തലുകൾ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം കാത്തുസൂക്ഷിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് അനുഗ്രഹമാണ്. ആദ്യമായി വീട് വാങ്ങുന്നവർക്കായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ആദ്യ വീട് വാങ്ങൽ പദ്ധതികളും അതുപോലെ അനുയോജ്യമായ റെസിഡൻസി വിസ വ്യവസ്ഥകളും പ്രവാസികളെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കാനും സാധ്യതയുണ്ട്. വരും പാദങ്ങളിലും പുതിയ 10,000-കണക്കിന് വീടുകൾ കൂടി വിപണിയിലേക്ക് എത്താനിരിക്കുകയാണ്. ഇത് വാടകയിലും വിൽപ്പന വിലയിലും പെട്ടെന്നൊരു കുതിച്ചുചാട്ടത്തിന് ഇനി വഴിയൊരുക്കില്ല എന്നതാണ് നിരീക്ഷണം. എന്നാൽ ഇതിനെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയായി കാണാനാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. മറിച്ച് അനിയന്ത്രിതമായ അമിത വളർച്ചയിൽ നിന്ന് ഒരു വിപണി കൈവരിക്കുന്ന
സ്വാഭാവിക സമനിലയാണിത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഓഫീസ് മുറികൾക്കും വ്യാവസായിക കെട്ടിടങ്ങൾക്കും ഇപ്പോഴും ഉയർന്ന ഡിമാൻഡും വാടക വർധനവും നിലനിൽക്കുന്നുണ്ട് എന്നതും വിപണി ശക്തമാണെന്നതിന്റെ തെളിവാണ്. അനിയന്ത്രിതമായ വാടക വർധനവിൽ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് വിപണിയിലെ ഈ തണുപ്പൻ പ്രവണത വലിയ പ്രത്യാശയാണ് നൽകുന്നത്. വിപണിയിൽ വിതരണവും ആവശ്യകതയും തമ്മിൽ കൃത്യമായ തുലനാവസ്ഥ കൈവരിക്കുന്നതോടെ വരും മാസങ്ങളിൽ ദുബായിലെ താമസ ചെലവ് കൂടുതൽ സാമാന്യ ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയും പ്രവാസി ജീവിതം കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ളതാകുകയും ചെയ്യും. പ്രവാസ ലോകത്ത് കുടിയേറിയ മലയാളി കുടുംബങ്ങൾക്കിടയിൽ ഒരു കാലത്ത് വലിയ ആശ്വാസമായിരുന്നു തങ്ങളുടെ മക്കൾ സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് വളരുന്നത് എന്ന ചിന്ത. കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ കർശന നിയമവാഴ്ചയുള്ള ഗൾഫ് നാടുകളിൽ, പ്രത്യേകിച്ച് UAE-യിൽ മക്കളുടെ ഭാവി സുരക്ഷിതമാണെന്ന് മാതാപിതാക്കൾ കരുതിപ്പോന്നു. എന്നാൽ സാങ്കേതിക വിദ്യയും ആധുനിക ജീവിത രീതികളും അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി മാഫിയ തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിക്കാൻ കണ്ടെത്തുന്ന പുതിയ വഴികൾ പ്രവാസി സമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് വേറിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ കുട്ടികളുടെ കൈകളിലേക്ക് ലഹരി എത്തിക്കാൻ ലഹരി മരുന്ന് കടത്തുകാർ അത്യാധുനിക തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ്. UAE നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി അടുത്തിടെ പുറത്തുവിട്ട പുതിയ മുന്നറിയിപ്പ് കേവലം ഒരു വാർത്ത മാത്രമല്ല, ഓരോ പ്രവാസി മലയാളി കുടുംബവും അടിയന്തരമായി കാണേണ്ട നിർണായക യാഥാർത്ഥ്യമാണ്. സ്കൂളുകളിലും വീടുകളിലും ദിനംപ്രതി നാം കാണുന്ന A4 നൈസ് പേപ്പറുകളും അതുപോലെ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങളുമാണ് ഇപ്പോൾ ലഹരി മാഫിയ തങ്ങളുടെ പ്രധാന വാഹകരാക്കി മാറ്റുന്നത്. കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന സിന്തറ്റിക് ലഹരി മരുന്നുകൾ അഥവാ കെമിക്കൽ ഡ്രഗുകൾ ദ്രാവക രൂപത്തിലാക്കി A4 പേപ്പറുകളിൽ ലയിപ്പിച്ചെടുക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. സാധാരണ പരിശോധനകളിലോ പരിശോധന ഉപകരണങ്ങളുടെ കണ്ണുകളിലോ പെടാത്ത രീതിയിൽ ഈ പേപ്പറുകൾ ഉണക്കിയെടുത്ത് കുട്ടികളുടെ പഠനമുറികളിലേക്ക് വരെ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പേപ്പറിന്റെ ചെറിയൊരു കഷ്ണം നാവിലോ തൊലിപ്പുറത്തോ വെക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അത് കത്തിച്ച് പുക ശ്വസിക്കുന്നതിലൂടെയോ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ കുട്ടികൾ പെട്ടുപോകുന്നു. ഇതോടൊപ്പം ആകർഷകമായ പാക്കറ്റുകളിൽ വിപണിയിലെത്തുന്ന മിഠായികൾക്കുള്ളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിലും സൂക്ഷ്മമായ അളവിൽ ലഹരി വസ്തുക്കൾ ചേർക്കുന്ന രീതിയും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ലഹരിയാണെന്ന് സ്വയം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ കുട്ടികൾ ഇതിനടിമപ്പെടുകയും പിന്നീട് അവരറിയാതെ തന്നെ ഇതിന്റെ നിരന്തര ഉപഭോക്താവായി മാറുകയും ചെയ്യുന്നു. ഇന്നത്തെ കൗമാരക്കാർ ഓൺലൈൻ ലോകത്തും ഡെലിവറി ആപ്പുകളിലും പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവരാണ്. ഈ ജീവിത ശൈലിയെ കൃത്യമായി മുതലെടുക്കുകയാണ് ലഹരി കടത്തുകാർ. അപരിചിതമായ നമ്പറുകളിൽ നിന്ന് ഡെലിവറി ഏജൻസികൾ വഴി അപ്രതീക്ഷിതമായി എത്തുന്ന സമ്മാന പാക്കറ്റുകളും പാഴ്സലുകളും വലിയൊരു ചതിക്കുഴിയാണ്. സൗജന്യമായി ലഭിക്കുന്ന പ്രൊമോഷണൽ ഓഫറുകളോ സർപ്രൈസ് ഗിഫ്റ്റുകളോ ആയി തെറ്റിദ്ധരിപ്പിച്ച് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്ന ഇത്തരം പാഴ്സലുകളിൽ മാരകമായ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ഒപ്പം ഇന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ട്രെൻഡായി മാറിയിരിക്കുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകളും വെയ്പിംഗ് ഉപകരണങ്ങളും ലഹരി കൈമാറ്റത്തിനുള്ള ഉപാധിയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. വെയ്പിംഗ് ദ്രാവകങ്ങൾക്കൊപ്പം സുഗന്ധമുള്ള സിന്തറ്റിക് കാർബിയോയിഡുകൾ ചേർത്ത് നൽകുന്നതിലൂടെ പുകവലി എന്ന സാധാരണ ശീലത്തിൽ നിന്ന് കുട്ടികൾ മാരകമായ ലഹരി അടിമത്തത്തിലേക്ക് അറിയാതെ തെന്നി വീഴുന്നു. പ്രവാസി മലയാളി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി ഇരട്ടി വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന പ്രവാസി വീടുകളിൽ സ്കൂൾ കഴിഞ്ഞെത്തുന്ന കുട്ടികൾ മണിക്കൂറുകളോളം ഫ്ളാറ്റുകളിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോടൊപ്പം ഒറ്റപ്പെടാറുണ്ട്. മാതാപിതാക്കളുടെ തിരക്ക് പിടിച്ച ജീവിതവും ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദവും കുട്ടികളുമായുള്ള ആശയവിനിമയത്തിൽ അകൽച്ച സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗൾഫ് നാടുകളിലെ മൾട്ടിനാഷണൽ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് സുഹൃത്തുക്കളുടെ വൃത്തത്തിൽ നിന്ന് ലഭിക്കുന്ന പിയർ പ്രഷർ ചെറുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. കൂടാതെ അപ്രതീക്ഷിതമായി എത്തുന്ന പാഴ്സലുകൾ വാങ്ങിവെക്കാനോ ഇന്റർനെറ്റ് വഴിയുള്ള പുതിയ ഓർഡറുകൾ ശ്രദ്ധിക്കാനോ മാതാപിതാക്കൾക്ക് സമയമില്ലാതെ വരുമ്പോൾ ലഹരി മാഫിയ ഈ വിടവുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ സുരക്ഷിതരാണെന്ന അമിത ആത്മവിശ്വാസമാണ് പലപ്പോഴും തിരിച്ചടിയാകുന്നത്. വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ UAE ഗവൺമെന്റും സുരക്ഷാ ഏജൻസികളും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രാജ്യത്തേക്ക് ഒരു തുള്ളി ലഹരി പോലും കടന്നു വരില്ലെന്ന് ഉറപ്പാക്കാൻ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും പ്രാദേശിക കസ്റ്റംസ് വിഭാഗങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എയർപോർട്ടുകളിലും കടൽ കര അതിർത്തികളിലും ആധുനിക സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചുള്ള സ്കാനിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയതായി ഫെഡറൽ അതോറിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റിയും UAE ഗവൺമെന്റ് മീഡിയ ഓഫീസും ചേർന്ന് നടപ്പിലാക്കിയ യുണൈറ്റഡ് ഇൻ എലിമിനേറ്റിംഗ് ദ സ്കോർജ് എന്ന ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിൻ വിദ്യാലയങ്ങളിലും വീടുകളിലും വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത്. ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിന് അടിമപ്പെടുന്നവരെക്കുറിച്ചും മലയാളി സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രധാന തെറ്റിദ്ധാരണ അത് കേവലം ഒരു പാപമോ അച്ചടക്ക ലംഘനമോ ആണെന്ന ചിന്തയാണ്. നാട്ടുകാർ അറിയുമോ, പോലീസിൽ കേസാകുമോ, കുടുംബത്തിന്റെ മാനം പോകുമോ എന്ന ഭയം കാരണം പല മാതാപിതാക്കളും സ്വന്തം കുട്ടികളിൽ പ്രകടമാകുന്ന ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യുന്നു. എന്നാൽ ലഹരിക്ക് അടിമപ്പെടുന്നത് വൈദ്യസഹായ
സഹായവും വൈകാരികമായ പിന്തുണയും ആവശ്യമായ ഒരു രോഗാവസ്ഥയായി കാണണമെന്ന് നാഷണൽ ആന്റി നർക്കോട്ടിക്സ് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. ഭയത്തോടും അപമാന ഭയത്തോടും കൂടി പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം കൃത്യമായ സമയത്ത് ചികിത്സ നൽകുകയാണ് വേണ്ടത്. ഇതിനായി UAE ഭരണകൂടം സജ്ജമാക്കിയിരിക്കുന്ന ഹിസൻ എന്ന സൗജന്യ സേവനം വലിയൊരു ആശ്വാസമാണ്. 80044 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ സൗജന്യ ഉപദേശങ്ങളും ചികിത്സാ സഹായങ്ങളും ലഭിക്കും. കുട്ടികളെ ലഹരിയുടെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കാൻ ഏറ്റവും ശക്തമായ പ്രതിരോധ കോട്ട വീടുകൾ തന്നെയാണ്. അതിന് മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് മക്കളുമായി തുറന്നതും ഊഷ്മളവുമായ ആശയവിനിമയം ഉറപ്പാക്കുക എന്നതാണ്. ഭയപ്പെടുത്തി ഭരിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. കുട്ടികളുടെ ഉറക്ക രീതികളിലോ പഠനത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, വികാര വിചാരങ്ങളിലെ വ്യതിയാനങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പാലിക്കണം. വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന പാഴ്സലുകൾ, അപരിചിതരായ നമ്പറുകളിൽ നിന്നുള്ള സമ്മാനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ബോധവൽക്കരണം നൽകണം. സ്കൂളുകളിലും ഡിജിറ്റൽ ലോകത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദിവസവും മക്കളോട് സംസാരിക്കുകയും അവരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുമ്പോൾ ലഹരി മാഫിയ വിരിക്കുന്ന വലകളിൽ വീഴാതെ സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ ഓരോ പ്രവാസി മലയാളി കുടുംബത്തിനും സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്വർണ്ണ നിറമുള്ള മണൽ കൂനകളിലൂടെ വരിവരിയായി നടന്നുപോകുന്ന ഒട്ടകക്കൂട്ടങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? കടുത്ത വെയിലിനെയും പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കുന്ന അവയുടെ അപാരമായ കരുത്ത്, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്വഭാവം എന്നിവയൊക്കെ ആകാം. ഒട്ടകങ്ങളെക്കുറിച്ചുള്ള ഇത്തരം പല ധാരണകളും തലമുറകളായി നാം കേട്ടു. ദുബായിലെ അലൈൻ ദുബായ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാമലീഷ്യസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടക ഡയറി ഫാമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത ചിന്താഗതികളെല്ലാം പാടെ മാറിമറിയും. വെറും 23 ഒട്ടകങ്ങളുമായി ആരംഭിച്ച് ഇന്ന് 7000-ലധികം ഒട്ടകങ്ങളുള്ള ഈ അത്യാധുനിക സംരംഭം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കുതിച്ചുചാട്ടത്തിന്റെയും വികസന ചരിത്രത്തിന്റെയും ഒരു സമ്മാനിക്കുന്നത്. കേവലം ഒരു പാൽ ഉൽപാദന കേന്ദ്രം എന്നതിനപ്പുറം ഓരോ ഒട്ടകത്തെയും തങ്ങളുടെ വിലമതിക്കാനാവാത്ത കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവിടുത്തെ അധികൃതർ പരിഗണിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഈ ബൃഹത്തായ സംരംഭത്തിന്റെ ജനനം. നൂറ്റാണ്ടുകളായി അറേബ്യൻ ഉപദ്വീപിലെ ബെഡൂയിൻ ജനതയുടെ ജീവനാഡിയായിരുന്നു ഒട്ടകങ്ങളും അവയുടെ പാലും. എന്നാൽ കാലം മാറിയപ്പോൾ ഈ പരമ്പരാഗത ശീലങ്ങൾ മൺമറഞ്ഞു പോകാൻ തുടങ്ങി. പരമ്പരാഗത അറബിക് സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഒട്ടകപ്പാലിനെ ആധുനിക ഭക്ഷ്യശൃംഖലയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം വളർന്നത്. ഇന്ന് പ്രതിവർഷം 30 ലക്ഷം ലിറ്ററിലധികം ഒട്ടകപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഫാം വെറുമൊരു പ്രാദേശിക സംരംഭമല്ല. UAEയിലെ വിപണികൾക്ക് പുറമെ അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെ 20-ലധികം രാജ്യങ്ങളിലേക്ക് അത്യാധുനിക പാക്കിങ്ങിലൂടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വലിയൊരു ആഗോള ബ്രാൻഡായി കാമലീഷ്യസ് മാറിക്കഴിഞ്ഞു. ഒട്ടകങ്ങൾ മനുഷ്യരുമായി ഇടപഴകാൻ താല്പര്യമില്ലാത്തവരോ അല്ലെങ്കിൽ പെട്ടെന്ന് ആക്രമിക്കുന്നവരോ ആണെന്നാണ് അവയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മിഥ്യാധാരണ. എന്നാൽ ഈ ഫാമിലെ ഒട്ടകങ്ങൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുന്നവരാണ്. അവ അത്ര എളുപ്പത്തിൽ പ്രകോപിതരാകുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്യാറില്ല. നേരെ മറിച്ച് മനുഷ്യരുമായി സൗഹൃദപൂർവ്വം ഇടപഴകാനും സന്ദർശകരിൽ നിന്ന് ക്യാരറ്റ് പോലെയുള്ള ആഹാരങ്ങൾ അതീവ ഗാംഭീര്യത്തോടെയും സ്നേഹത്തോടെയും വാങ്ങി കഴിക്കാനും ഇവയ്ക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ വളരുന്നതിനാൽ ഇവയുടെ പെരുമാറ്റത്തിലും ആ ശാന്തത പ്രകടമാണ്. ഒട്ടകങ്ങളുടെ വശ്യമായ കണ്ണുകളും നീളമുള്ള കൺപീലികളും നമ്മെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനാണ് പ്രകൃതി അവയ്ക്ക് ഇത്രയും നീളമുള്ള കൺപീലികൾ നൽകിയിരിക്കുന്നത്. ഇവയ്ക്കായി പ്രത്യേക സ്പാ സൗകര്യങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്നില്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന പരിചരണമാണ് ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഒട്ടകങ്ങൾക്കും കൃത്യമായ ഇടവേളകളിൽ, അതായത് മാസത്തിൽ ഒരിക്കൽ എന്ന കണക്കിൽ കുളി നിർബന്ധമാണ്. അവയുടെ രോമങ്ങൾ വൃത്തിയായി പരിപാലിക്കുകയും ചൂടിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക ലോഷനുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ യുഗത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ ഫാമിൽ ഓരോ ഒട്ടകത്തിനും പ്രത്യേക ഐഡന്റിഫിക്കേഷൻ ടാഗുകൾ അഥവാ മൈക്രോ ചിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത്യാധുനിക സോഫ്റ്റ്വെയറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ടാഗുകൾ വഴി ഒട്ടകങ്ങളുടെ ആരോഗ്യ ചരിത്രം, ഗർഭാവസ്ഥ, ദിനം പ്രതിയുള്ള പാലുൽപാദനം എന്നിവയെല്ലാം നിമിഷ നേരം കൊണ്ട് അധികൃതർക്ക് കൃത്യമായി നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും സാധിക്കുന്നു. ഇവയുടെ നടത്തം, കുളി, ഭക്ഷണം എന്നിവയെല്ലാം 100% കൃത്യത ഉറപ്പാക്കുന്നതിലൂടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കപ്പുറം മൃഗങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിനെല്ലാം പുറമെ കൂട്ടത്തിലെ രാജാവായി തലയുയർത്തി നിൽക്കുന്ന മികച്ച ഇനം ആൺ ഒട്ടകങ്ങളും ഇവിടെയുണ്ട്. തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് പ്രത്യേക പടോക്കുകളിൽ കഴിയുന്ന ഇവയാണ് ഫാമിന്റെ മികച്ച വംശവർദ്ധനവിന് ചുക്കാൻ പിടിക്കുന്നത്. Key milestones across all the function, across all departments at Camelicious. From farming perspective, we are the largest camel dairy farm. From production and processing, we are the most advanced facility in the globe. And when it comes to products as well, we have multiple range. We started from only camel milk
fresh camel milk. Now from foreign perspective, we have fresh milk, we have long life, we have powder, we have ice cream, we have ghee, we have multiple products. And also we export our product across the globe. Especially we start only with UAE and now we expand globally as well. Actually, when it comes to animal welfare, one of our key core values, our core values which is belong, and care, also we export our product, collaborate and excellence as well. Animal welfare come on the top of this. And when it comes to animal welfare, it's come from different perspectives. And it's covering starting from feed, from water, from cleaning, from space even when they are leaving, from walking morning and afternoon, across all, and also last and not least the medicine and caring and vet as well. There are different things from feed, from space even when they are leaving, boost immunity, across all, and also energized, easy to digest. This is all natural in one feed, product, and it's superfood as well. And we are pushing for expanding the awareness across the globe. But when it comes to expand the awareness, it comes through multiple and at different stages. From awareness, we are pushing it through event, conference, and also for the consumer, we try to educate the consumer more about the usage or the occasions. That's what we are pushing for it. And when it comes to the globe, we can see now there is an increase in the demand across UAE and also the globe, because now most of the people are looking for health, for the benefits, for one clean product as well. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം മൃഗപരിപാലന കേന്ദ്രങ്ങളിലും കാണുന്ന ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചകളാണ് കുഞ്ഞുങ്ങൾ ജനിച്ചയുടൻ അവയെ അമ്മമാരിൽ നിന്ന് മാറ്റുന്നത്. ഈ വലിയ ഫാമിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഒട്ടക അമ്മമാരും അവയുടെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ആത്മബന്ധമാണ്. ഇവിടെ പ്രസവിച്ച് ആദ്യത്തെ ഒരു മാസം ഒട്ടകങ്ങളിൽ നിന്ന് ഒരൽപ്പം പാൽ പോലും മനുഷ്യ ആവശ്യങ്ങൾക്കായി എടുക്കാറില്ല. ആ പാൽ പൂർണ്ണമായും കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. കാരണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ആദ്യ നാളുകളിൽ പാൽ വളരെ അത്യാവശ്യമാണ്. ഈ കാലയളവിന് ശേഷവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തമായി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പരസ്പരം ഗന്ധത്തിലൂടെയും ശബ്ദത്തിലൂടെയും തിരിച്ചറിയുന്ന ഇവയെ പാൽ ചുരത്തൽ പ്രക്രിയ കഴിഞ്ഞയുടൻ തന്നെ ഒരുമിച്ച് വിടുകയാണ് ചെയ്യാറുള്ളത്. അമ്മമാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കൂടുതൽ സന്തോഷത്തോടെ പാൽ നൽകുന്നതിനും ഈ രീതി വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. മാതൃസ്നേഹത്തിന്റെ ഈ ദൃശ്യങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒട്ടക പരിപാലനത്തിന്റെ യാന്ത്രികതയ്ക്കപ്പുറം ഫാമിലെ മാനുഷികമായ കരുതലിന്റെ ജീവിക്കുന്ന തെളിവാണ്. സാമൂഹികമായ മറ്റൊരു വലിയ മാറ്റത്തിനും ഈ ഫാം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പരമ്പരാഗതമായി അറബ് ലോകത്ത് ഒട്ടകങ്ങളെ പരിപാലിക്കുന്നത് പുരുഷന്മാർ മാത്രമായിരുന്നു. എന്നാൽ ക്യാമലീഷ്യത്തിലെ ജീവനക്കാരിൽ വലിയൊരു പങ്ക് സ്ത്രീകളാണ് എന്നത് ശ്രദ്ധേയമാണ്. ഈ മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവ് വലിയൊരു മാറ്റത്തിന് വഴിവെച്ചിരിക്കുന്നു. ഒട്ടകങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിലും ഗർഭിണികളായ ഒട്ടകങ്ങളും നവജാത ശിശുക്കളെയും അതീവ ജാഗ്രതയോടെ പരിപാലിക്കുന്നതിലും ഇവിടുത്തെ വനിതാ വിദഗ്ധർ മികച്ച പങ്കാണ് വഹിക്കുന്നത്. യുഎഇയുടെ പുരാതന പാരമ്പര്യവും അത്യാധുനിക കാർഷിക സാങ്കേതിക വിദ്യയും എങ്ങനെ ഒന്നിച്ചു പോകുന്നു എന്നറിയാൻ താല്പര്യമുള്ളവർക്കായി ഈ ഫാം ഇപ്പോൾ സന്ദർശകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ലോക ഒട്ടക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓപ്പൺ ഫാം ഡേകളിലും അല്ലാതെയുമുള്ള ഗൈഡഡ് ടൂറുകളിലൂടെ ആളുകൾക്ക് ഈ ലോകം നേരിട്ട് കണ്ട് അനുഭവിക്കാനാകും. വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒട്ടകങ്ങളെ കൂടുതൽ അടുത്തറിയാനും അവയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം നൽകാനും ഫാമിലെ കഫേയിൽ നിന്ന് സ്വാദിഷ്ടമായ ഒട്ടകപ്പാൽ ഐസ്ക്രീമും ചോക്ലേറ്റുകളും രുചിച്ചറിയാനും ലഭിക്കുന്ന ഈ അവസരം ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമായിരിക്കും. മൃഗങ്ങളോടുള്ള അതിരട്ട സ്നേഹവും സാങ്കേതിക വിദ്യയുടെ വികാസവും ഒത്തുചേരുന്ന ഈ അപൂർവ ലോകം സന്ദർശകരിൽ പ്രകൃതിയോടുള്ള ബഹുമാനവും പുതിയ അറിവുകളും സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാറ്റത്തിന്റെ ഈ പുതിയ കാലത്ത് പാരമ്പര്യത്തെയും ആധുനികതയെയും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ക്യാമലീഷ്യസ് തലയുയർത്തി നിൽക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ സുരക്ഷാ സമവാക്യങ്ങളിലും നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ച ചരിത്രപരമായ സംയുക്ത പ്രതിരോധ കരാർ. സൗദി അറേബ്യയിലെ പരിശുദ്ധ മക്കയിൽ വെച്ച് ഒപ്പുവെച്ച ഈ തന്ത്രപ്രധാനമായ ധാരണ മക്ക കരാർ എന്ന പേരിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ വിദേശ സൈനിക ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒന്നിച്ച് പ്രതിരോധിക്കുമെന്നാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. ഈ പുതിയ ത്രിരാഷ്ട്ര സൈനിക അച്ചുതണ്ട് നിലവിൽ വന്നതോടെ പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനം വൻതോതിൽ മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറുമ്പോൾ തങ്ങളുടെ പരമ്പരാഗത പങ്കാളിയായ സൗദി അറേബ്യയുടെയും നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയുടെയും ഈ നീക്കത്തിൽ വാഷിംഗ്ടൺ കടുത്ത നയതന്ത്ര സമ്മർദ്ദത്തിലാണ്.
ഈ അടിയന്തര ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഉഭയകക്ഷി താൽപ്പര്യങ്ങൾ ചർച്ച ചെയ്തത്. സൗദി അറേബ്യയിൽ നടന്ന ഉച്ചകോടിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ എന്നിവരാണ് ഈ നാറ്റോ മാതൃകയിലുള്ള കരാറിൽ ഒപ്പുവെച്ചത്. 3 രാജ്യങ്ങൾക്കുമിടയിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്താനും ആയുധ നിർമ്മാണം, സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ വിപുലമാക്കാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ തർക്കങ്ങളും സംഘർഷങ്ങളും രൂക്ഷമാവുകയും ചെങ്കടൽ മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വന്തം സുരക്ഷ മുൻനിർത്തി ഇത്തരമൊരു സഖ്യത്തിലേക്ക് നീങ്ങിയത്. സുരക്ഷയ്ക്കായി പൂർണ്ണമായും അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന മുൻകാല രീതിയിൽ നിന്ന് മാറി പ്രാദേശിക സൈനിക ശക്തികളെ കൂട്ടിയിണക്കി സ്വയം പര്യാപ്ത പ്രതിരോധ വ്യൂഹം തീർക്കാനാണ് സൗദി ശ്രമിക്കുന്നത്. എന്നാൽ ഈ കരാർ പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും മേഖലയിലെ ശാന്തിയും സ്ഥിരതയും ലക്ഷ്യമിടുന്ന ഏത് രാജ്യത്തിനും ഈ സഖ്യത്തിന്റെ ഭാഗമാകാമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നു. നാറ്റോ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായ തുർക്കി, ആണവ ശക്തിയായ പാകിസ്ഥാൻ, അതിസമ്പന്ന രാജ്യമായ സൗദി അറേബ്യ എന്നിവർ ചേരുമ്പോൾ ഏഷ്യൻ, പശ്ചിമേഷ്യൻ മേഖലകളിൽ അമേരിക്കയുടെ സ്വാധീനത്തിനാണ് മങ്ങലേൽക്കുന്നത്. ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ രൂപീകരണത്തോട് പരസ്യമായി പ്രതികരിക്കാൻ വാഷിംഗ്ടൺ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടിയന്തരമായി ഫോണിൽ വിളിച്ചതിന് പിന്നിൽ കൃത്യമായ നയതന്ത്ര ലക്ഷ്യങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ കനത്ത ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്കൻ സെനറ്റ് ബില്ലിന് അംഗീകാരം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഫോൺ സംഭാഷണം നടന്നത്. ഈ നികുതി ഭീഷണിയും പശ്ചിമേഷ്യയിലെ പുതിയ സൈനിക അച്ചുതണ്ടും സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് വാൻസ് മോദിയുമായി വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സഹകരണം എന്നിവയെക്കുറിച്ച് സംസാരിച്ചത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിലെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ പുതിയ ശാക്തിക ചേരികൾ ഉയർന്നു വരുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം തകരാതെ കാത്തുസൂക്ഷിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. സൗദി അറേബ്യയുമായി അടുത്ത സാമ്പത്തിക നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് സൗദി പാകിസ്ഥാനുമായും തുർക്കിയുമായും പരസ്യ സൈനിക സഖ്യത്തിലായത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. മുൻപ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ മാത്രമായിരുന്ന സൈനിക ധാരണകളിലേക്ക് അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യക്കെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന തുർക്കി കൂടി പങ്കാളിയായതാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. തുർക്കിയുടെ അത്യാധുനിക ഡ്രോൺ വികസന സാങ്കേതിക വിദ്യയും സൗദിയുടെ സാമ്പത്തിക പിന്തുണയും ലഭിക്കുന്നത് പാക് സൈന്യത്തിന്റെ ആയുധ നവീകരണത്തിന് വലിയ തോതിൽ വേഗത കൂട്ടും. അതിർത്തിയിലെ സുരക്ഷാ സന്തുലനം തെറ്റാൻ ഇത് കാരണമായേക്കാം. പുതിയ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ആവിർഭാവത്തോടെ തങ്ങളുടെ തന്ത്രപ്രധാന സുരക്ഷ ഉറപ്പാക്കാൻ ഗ്രീസ്, അർമേനിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ അടിയന്തരമായി കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യ നിർബന്ധിതരാവുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടാകുന്ന ഈ സൈനിക ധ്രുവീകരണം കേവലം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു ചതുരംഗം മാത്രമല്ല, ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷിതത്വവും തൊഴിൽ സ്ഥിരതയും മേഖലയിലെ സമാധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മേഖലയിൽ പുതിയ സൈനിക ചേരികൾ രൂപപ്പെടുകയും യുദ്ധാന്തരീക്ഷം കനക്കുകയും ചെയ്താൽ അത് വ്യോമ ഗതാഗതത്തെയും എണ്ണ ഉൽപ്പാദനത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കും. മക്ക കരാറിലൂടെ പ്രകടമാകുന്നത് ആഗോളതലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് മാറി സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പാക്കാൻ പ്രാദേശിക ശക്തികൾ നടത്തുന്ന ശ്രമങ്ങളാണ്. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നത് തങ്ങളുടെ പശ്ചിമേഷ്യൻ നയങ്ങൾക്ക് ദോഷകരമാണെന്ന തിരിച്ചറിവാണ് ഗൾഫ് രാഷ്ട്രങ്ങളെയും തുർക്കിയെയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉപരോധ ഭീഷണികളും പശ്ചിമേഷ്യയിലെ പുതിയ സൈനിക അച്ചുതണ്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരീക്ഷണം തന്നെയാണ്. എന്നാൽ സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ വമ്പൻ സാമ്പത്തിക ഇടപാടുകളും ഊർജ്ജ വ്യാപാരവും കാരണം ഈ സൈനിക കരാർ ഇന്ത്യയുമായുള്ള സൗദിയുടെ ഉഭയകക്ഷി സാമ്പത്തിക ബന്ധത്തെ ഉടനടി പ്രതികൂലമായി ബാധിക്കില്ലെന്നും കരുതപ്പെടുന്നുണ്ട്. എങ്കിലും പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ നിഴലിൽ പ്രവാസി ക്ഷേമവും അതിർത്തി സുരക്ഷയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് വേണം ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകാൻ. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണും ഡൽഹിയും റിയാദും എടുക്കുന്ന നയതന്ത്ര തീരുമാനങ്ങൾ ഏഷ്യയുടെ ഭാവി രാഷ്ട്രീയ ചിത്രത്തെ പുനർനിർവചിക്കുന്നവയായിരിക്കും. ഇനി നോക്കാം ചില ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ കടുത്ത വേനലിന് ആശ്വാസമേകി കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനകൾ തെളിയുന്നു. പരമ്പരാഗത കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഓഗസ്റ്റ് 24 ആകാശത്ത് സുഹൈൽ നക്ഷത്രം ഉദിച്ചുയരുന്നതോടെയാണ് മേഖലയിൽ വേനൽ ചൂട് ക്രമേണ കുറഞ്ഞു തുടങ്ങുന്നത്. സുഹൈലിന്റെ വരവോടെ രാത്രികാലങ്ങളിൽ താപനില കുറയുകയും കാറ്റിലും അന്തരീക്ഷത്തിലും ഈർപ്പം വർദ്ധിക്കുകയും ചെയ്യും.
പെട്ടെന്നൊരു തണുപ്പ് അനുഭവപ്പെടില്ലെങ്കിലും കഠിനമായ ചൂടിൽ നിന്ന് മിതമായ കാലാവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കമായാണ് അറബ് ലോകം ഈ നക്ഷത്രോദയത്തെ കാണുന്നത്. നക്ഷത്ര ഉദയത്തോടെ രാത്രികൾക്ക് ദൈർഘ്യമേറുകയും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. കൂടാതെ വരാനിരിക്കുന്ന മഴക്കാലത്തിന്റെ വരവറിയിക്കുന്ന കാറ്റും ഇതോടൊപ്പം രൂപപ്പെടാറുണ്ട്. കൃഷി ഇറക്കുന്നതിനും ഈന്തപ്പഴ ശേഖരണത്തിനും അനുയോജ്യമായ സമയത്തിന്റെ തുടക്കമായാണ് ഗൾഫ് മേഖലയിലെ കർഷകർ പരമ്പരാഗതമായി ഈ ഘട്ടത്തെ കണക്കാക്കുന്നത്. വരും ആഴ്ചകളിൽ രാത്രികളിൽ ക്രമേണ തണുപ്പ് പ്രകടമായി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് പകുതി വരെ കഠിനമായ ഉഷ്ണതരംഗം തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 9 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല മേഖലകളിലും താപനില 48 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കിഴക്കൻ പ്രവിശ്യയിലും റിയാദിന്റെ കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിലുമാണ് ചൂട് ഏറ്റവും രൂക്ഷമാകുക. കനത്ത ചൂടിനൊപ്പം ശക്തമായ പൊടിക്കാറ്റിനും കാഴ്ചപരിധി കുറയ്ക്കുന്നതിനും സാധ്യതയുള്ളതിനാൽ ഉച്ചസമയങ്ങളിൽ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഈ ഘട്ടത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും വാഹനങ്ങളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിക്കരുതെന്നും ഭരണകൂടം പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ പാർട്ട് ടൈം ജോലി വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് തൊഴിലന്വേഷകർക്ക് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. അനായാസ വരുമാനവും ജോലി സ്ഥിരതയും വാഗ്ദാനം ചെയ്ത് തൊഴിലന്വേഷകരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറപ്പിക്കുകയോ നിലവിലുള്ള അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്ന സംഘങ്ങൾ സജീവമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സമാന്തരമായി തട്ടിച്ചെടുക്കുന്ന പണം ഇത്തരം അക്കൗണ്ടുകൾ വഴി വെളുപ്പിച്ചെടുക്കുന്ന മണി മ്യൂൾ രീതിയാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. അടുത്തിടെ കമ്മീഷൻ മോഹത്തിൽ പണമിടപാടുകൾ നടത്തുകയും പിന്നീട് സാമ്പത്തിക കുറ്റകൃത്യത്തിന് കേസിൽപ്പെടുകയും ചെയ്ത യുവാവിന്റെ അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. അപരിചിതമായ പാർട്ട് ടൈം ജോലികൾക്കായി അക്കൗണ്ട് വിവരങ്ങളോ വ്യക്തിഗത രേഖകളോ കൈമാറരുതെന്നും അനധികൃത പണമിടപാടുകളിൽ പങ്കാളിയാകുന്നത് കടുത്ത നിയമ നടപടികൾക്കും തടവ് ശിക്ഷയ്ക്കും വഴിതുറക്കുമെന്നും അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം വ്യാജ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ദുബായ് പോലീസിന്റെ ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ 901 എന്ന നമ്പറിലോ വിവരം അറിയിക്കണം. കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ധനസഹായവും തടയുന്നതിന്റെ ഭാഗമായി കുവൈറ്റിൽ വിദേശ പണമിടപാടുകൾക്ക് പരിശോധനകൾ കർശനമാക്കി. 3000 കുവൈറ്റി ദിനാറിന് മുകളിലുള്ള ഇടപാടുകൾക്ക് 2 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇനി നിർബന്ധമാണ്. ഉപഭോക്താക്കളുടെ വരുമാന സ്രോതസ് വ്യക്തമാക്കുന്നതിനാണ് സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ എക്സ്ചേഞ്ച് കമ്പനികൾ പരിശോധന ശക്തമാക്കിയത്. മുൻപ് 10000 ദിനാറിന് മുകളിലുള്ള ഇടപാടുകൾക്കായിരുന്നു ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. പുതിയ നിബന്ധന പ്രകാരം നേരിട്ട് പണമായി അയക്കാവുന്ന പ്രതിദിന പരിധി 1000 ദിനാറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി. കൃത്യമായ രേഖകളില്ലാത്ത വലിയ തുകകളുടെ കൈമാറ്റം തടയുന്നതിലൂടെ വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടാനും ഇതുവഴി സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിസിറ്റ് വിസകൾ റെസിഡൻസി വിസകളാക്കി മാറ്റാനുള്ള പ്രവാസികളുടെ അപേക്ഷകൾ കർശന വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്ന് കുവൈറ്റ് അധികൃതർ കൂട്ടത്തോടെ തള്ളി. പുതിയ മന്ത്രാലയ ഉത്തരവ് പ്രകാരം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്ത 100 കണക്കിന് അപേക്ഷകളാണ് തള്ളിയത്. കുടുംബത്തെ കൂടെ താമസിപ്പിക്കാൻ കുറഞ്ഞത് 800 കുവൈറ്റി ദിനാർ, അതായത് ഏകദേശം 2.18 ലക്ഷം രൂപ മാസ ശമ്പളവും ആവശ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫീസുകളും നിർബന്ധമാണ്. ഭാര്യയ്ക്കും 18 വയസ്സിന് താഴെയുള്ള ആൺമക്കൾക്കും 21 വയസ്സിന് താഴെയുള്ള പെൺമക്കൾക്കും മാത്രമാണ് വിസിറ്റ് വിസ റെസിഡൻസ് ആക്കി മാറ്റാൻ സാധിക്കുക. എന്നാൽ സന്ദർശന വിസയിലെത്തുന്നവർക്ക് തൊഴിൽ വിസകളിലേക്ക് മാറുവാൻ അനുമതിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഉയർന്ന അക്കാദമിക് യോഗ്യതയോ സാങ്കേതിക പ്രാഗൽഭ്യമോ ഉള്ള പ്രവാസികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും ചില പ്രത്യേക നിബന്ധനകളോടെ ഇളവുകൾ ലഭ്യമാണ്. തൊഴിൽ വിപണിയിലെ സുതാര്യത ഉറപ്പാക്കാനും കൃത്യമായ താമസ രേഖകളില്ലാത്ത അവസ്ഥ ഒഴിവാക്കാനുമാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.